കോണിക് സെക്ഷൻ എന്ന പാർട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത്, മെയിനായിട്ട് പഠിക്കാനുള്ളത് സർക്കിൾസ്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. സർക്കിൾസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് എടുക്കുന്നത് പരാബോളയാണ്. എന്താണ് പരാബോള? ഒരു ഫിക്സഡ് പോയിന്റ്, ഒരു ഫിക്സഡ് ലൈന്, ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്, ഒരു ഫിക്സഡ് ലൈൻ ഉണ്ട്. ഈ ഫിക്സഡ് പോയിന്റ് നിന്നും ഫിക്സഡ് ലൈനിനും ഒരേ ഡിസ്റ്റൻസിലുള്ള കുറേ പോയിന്റുകൾ യോജിപ്പിക്കുക. കുറേ പോയിന്റുകൾ യോജിപ്പിച്ച് ഇതാ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം, ഇങ്ങനെ കുറേ പോയിന്റുകൾ യോജിപ്പിച്ച് കൂട്ടി വരച്ചാൽ കിട്ടുന്നതാണ് പരാബോള. ക്ലിയർ ആണല്ലോ? ഈ ഫിക്സഡ് ലൈൻ പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേര് ഡയറക്ട്രിക്സ്, ഫിക്സഡ് ലൈൻ എന്ന് പറയുന്ന പേര് ഡയറക്ട്രിക്സ്. ഈ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേര് ഫോക്കസ് എന്നാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഫോക്കസ് കൂടി കടന്നു പോകുന്ന ഇവിടെ ഒരു ലൈൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ആക്സിസ്. ഈ പരാബോള ആക്സിസുമായി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഫോക്കസ് കൂടി ഈ ആക്സിന് പെർപെൻഡിക്കുലർ ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഒരു പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പോയിന്റ് എടുത്ത് അതേപോലെ ഒരു ഫിക്സഡ് ലൈൻ എടുത്ത് ഈ ഫിക്സഡ് പോയിന്റിനും ഫിക്സഡ് ലൈനിനും ഒരേ ഡിസ്റ്റൻസിലുള്ള കുറേ പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്നതാണ് ഈ പരാബോള. പരാബോളയുടെ ഈ ഫിക്സഡ് ലൈൻ പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്, ഈ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ്. ഇനി ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ആക്സിസ്. ഈ പരാബോള ആക്സിസുമായി കൂട്ടിമുട്ടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. ഇനി ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ലൈന് ആക്സിന് പെർപെൻഡിക്കുലറായി വരക്കുക, എന്നിട്ട് ഇതിൻ്റെ എൻഡ് പോയിന്റ്സ് ആർ ലൈസ് ഇൻ പരാബോള. അതെന്താണ്? ലാറ്റസ് റെക്റ്റമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ബേസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള. 4 ഇക്വേഷൻ ഉണ്ട്. ഏതൊക്കെയായിരുന്നു ഇക്വേഷൻസ്? ഒന്നാമത്തെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax. രണ്ടാമത്തെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു -4ax. മൂന്നാമത്തെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. നാലാമത്തെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. ഓക്കെ, ഈ 4 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പരാബോള പഠിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാം ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ് ഉണ്ടാവുക. y സ്ക്വയർ ഈക്വൽ ടു 4x, ഇതിൻ്റെ ഡയഗ്രാം ഉണ്ടാവുക ഈ രീതിയിലാണ്. ഇതിൻ്റെ ഡയഗ്രാം ഉണ്ടാവുക y സ്ക്വയർ ഈക്വൽ ടു -4x ഡയഗ്രാം. ഇതാണ് y സ്ക്വയർ ഈക്വൽ ടു മൈനസ്. ഇനി എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ഡയഗ്രാം. ഇതാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. ഇനി അടുത്തത് എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay ഡയഗ്രാം. ഇതാണല്ലോ. ഇത് 0 ആണ്. ഇത് a0. ഇതെന്താണ്? -a,0. ഇത് 0 ഇത് 0 ഇത് 0a 0 ഇത് 0 - a. ഈ കാര്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരാബോളയിൽ ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് നോക്കാം. y സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ വെർട്ടെക്സ് എന്താണ്? വെർട്ടെക്സ് 0 ആണ്. ആക്സിസ് എലോങ് എന്താണ്? ആക്സിസ് ഇത് എക്സ് ആക്സിസ് ആണ്. ആക്സിസ് എലോങ് എക്സ് ആക്സിസ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഫോക്കസ് എന്താണ്? ഫോക്കസ് a0 ആണ് ഫോക്കസ്. ഇനി ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്.
എന്താണ് ഡയറക്ട്രിക്സ് ഇതാണ്. ഇത് ഈ പോയിന്റ് എന്നാ -a0 അല്ലേ? ഇത് ഏതിന് പാരലാണ്? y ആക്സിസിന് പാരലായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പറയുക എന്താണ്? x = a എന്നല്ലേ? x = -a ആണ്. x = -a or x + a = 0. ഇനി ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം എന്തായിരിക്കും? ഇതാണ് x = a or x - a = 0. Last, length of lattice rectum 4a. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. വെർട്ടെക്സ് 0 0 തന്നെ, ആക്സിസ് x ആക്സിസ് തന്നെ, ഫോക്കസ് -a0, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇത് a0 ആണല്ലോ, x = a or x - a = 0 ആണ്. ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്? x = -a or x + a = 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a. നെക്സ്റ്റ് വെർട്ടെക്സ് 0 0 തന്നെ, ഫോക്കസ് 0a ആണ്. ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇത് എന്തിന് പാരലാണ്? ഇത് 0 - a. ഇതെന്തിന് പാരലാണ്? x ആക്സിന് പാരലാണ്. ഇക്വേഷൻ എന്താണ്? y = -a or y + a = 0. ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം y = a or y - a = 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ഇക്വേഷൻ x². ഇതിന്റെ വെർട്ടെക്സ് 0 0 ആണ്, ഫോക്കസ് 0 - a ആണ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y = a ആണ്. ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം y = -a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a ആണ്. ഞാൻ ഇത്രയും ഡാറ്റ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഡയഗ്രാമും ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പരാബോളയിലെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ഇക്വേഷൻ തരും. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. y² = 16x. ഇതിന്റെ ഈ ഡാറ്റകളൊക്കെ എഴുതുക. ഫോക്കസ് എഴുതുക, ആക്സിസ് എഴുതുക, ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം എഴുതുക, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എഴുതുക, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എഴുതുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ y² = 16x. എങ്ങനെയാണ് ഇത് ചെയ്യുക? ഇത് ഏത് ഫോമിലാണ് എന്ന് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇത് ഏത് ഫോമിലാണ്? y² = 4ax എന്ന ഫോമിലാണുള്ളത്. y² = 4ax. ക്ലിയർ ആണല്ലോ? 4a = എന്താണ്? 16 ആണ്. then a = എന്താണ്? 16/4 = 4 ആണ്. ഇനി നിങ്ങൾ അറിയേണ്ടത് ഇതിന്റെ ഡയഗ്രാം എങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന്റെ ഡയഗ്രാം ഇതാ ഈ മോഡലിലാണല്ലോ ഉണ്ടാവുക. ഓക്കെ, ഈ പോയിന്റ് എന്താണ്? 4 0 ആണ്. ഈ പോയിന്റ് 0 0, ഈ പോയിന്റ് -4 0 ആണ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആക്സിസ് എലോങ്. ഏത് ആക്സിസ് ആണ്? ആക്സിസ് എലോങ്. ഇവിടെ എവിടെയാണ് ആക്സിസ് ഉള്ളത്? ഇതാണല്ലോ ആക്സിസ്. അതുകൊണ്ട് x ആക്സിസ് ആണ്. ഇനി വെർട്ടെക്സ് എന്താണ്? വെർട്ടെക്സ് 0 0 ആണ്. നെക്സ്റ്റ് ഫോക്കസ് എന്താണ്? 4 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇതേതാ? പോയിന്റ് -4. അതായത് x = -4 or x + 4 = 0. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം ഇതാണ് x = 4 or x - 4 = 0. അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a = 4 × 4 = 16. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേ ഡാറ്റ തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 8y, എക്സ് സ്ക്വയർ ഈക്വൽ ടു 8y. അപ്പൊ ഇത് ഏതാണ്? ഇത് ഏത് ഇക്വേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ യൂസ് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആണ്, അതായത് മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. ദെൻ 4a ഈക്വൽ ടു 8, ദെൻ a ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇതിന്റെ ഡയഗ്രാം നമ്മൾ ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഇത് 0 0 ആണ്. ഈ പോയിന്റ് 0 2 ആണല്ലോ, ഈ പോയിന്റ് 0 -2. ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡാറ്റയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് ആക്സിസ് എലോങ്, ഏത് ആക്സിസ് ആണ്? y ആക്സിസ്. നെക്സ്റ്റ് വെർട്ടെക്സ് എന്താണ്? 0 0. നെക്സ്റ്റ് ഫോക്കസ് എന്താണ്? ഇവിടെ ഫോക്കസ് നോക്കൂ, നിങ്ങൾ എന്താണ് കിട്ടുന്നത്? ഫോക്കസ് 0 2 ആണ് ഫോക്കസ്. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, y ഈക്വൽ ടു -2. ഇത് എക്സ് ആക്സിന് പാരലൽ ആയതുകൊണ്ട് y ഈക്വൽ ടു -2 ഓർ y plus 2 equal to 0. Next, equation of lattice rectum, y equal to 2 or y minus 2 equal to 0. Last എഴുതേണ്ടത് length of lattice rectum, 4a equal to 4 into a എന്താണ്? 2 equal to 8. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ y square equal to -12x, y square equal to -12x. ഇത് ഏത് ഇക്വേഷൻ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? ഇത് രണ്ടാമത്തെ ഇക്വേഷനായ y square equal to -4ax ആയിട്ട് കമ്പയർ ചെയ്യുക. -4a equal to -12 എന്ന് കിട്ടും. ദെൻ a equal to -12 by -4 equal to 3 എന്ന് കിട്ടി. ഇനി ഇതിന്റെ ഡയഗ്രാം എങ്ങനെ ഉണ്ടാവുക? ഈ ഡയഗ്രാം ഒന്ന് സൈഡിൽ വരച്ചു നോക്കുക. ഇങ്ങനെയാണല്ലോ ഡയഗ്രാം ഉണ്ടാവുക. ഈ പോയിന്റ് -3 0 ആണല്ലോ, ഇത് 0 0, ഇത് 3 0 ആണ്. ഈ ഡയഗ്രത്തിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡാറ്റ ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് എഴുതേണ്ടത് ആക്സിസ് എലോങ്, ഏത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ്. നെക്സ്റ്റ് വെർട്ടെക്സ് എന്താണ്? വെർട്ടെക്സ് 0 0. നെക്സ്റ്റ് ഫോക്കസ് എന്താണ്? അതിൽ നോക്കൂ, ഫോക്കസ് എന്താണ് കിട്ടുന്നത്? -3 0 ആണ്. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഡയറക്ട്രിക്സ്. ഇത് x ഈക്വൽ ടു 3 ആണ്, ഓർ x -3 ഈക്വൽ ടു 0. ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം. എല്ലാവരും ലാറ്റസ് റെക്ടം എന്നാണ് എഴുതിയത്. x ഈക്വൽ ടു -3 ഓർ x + 3 ഈക്വൽ ടു 0. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, 4a ഈക്വൽ ടു 4 × 3 ഈക്വൽ ടു 12. ക്ലിയർ ആയല്ലോ? നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു -20y. എക്സ് സ്ക്വയർ ഈക്വൽ ടു -20y. ഇത് ഏത് ഇക്വേഷൻ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് ഇക്വേഷൻ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ദെൻ -4a ഈക്വൽ ടു -20, a ഈക്വൽ ടു -20 ഡിവൈഡഡ് ബൈ -4 ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇതിന്റെ ഡയഗ്രാം എങ്ങനെയാണ് ഉണ്ടാവുക? ഏറ്റവും ലാസ്റ്റിലത്തെ ഇക്വേഷൻ ആണ് ഇത്. ഈ പോയിന്റ് 0 -5, ഈ പോയിന്റ് 0 0, ഈ പോയിന്റ് 0 0 5 ആണ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൻസറുമായി ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആക്സിസ് എലോങ്. ഏതാണ്? y ആക്സിസ്. നെക്സ്റ്റ് വെർട്ടെക്സ് എന്താണ്? 0 0 ആണ്. ഫോക്കസ് എന്താണ്? ഈ ഡയഗ്രത്തിൽ നോക്കൂ നിങ്ങൾ, ഫോക്കസ് ഇതേതാണ്? 0 -5 ആണ്.
നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്താണ്? y ഈക്വൽ ടു 5 ഓർ y മൈനസ് 5 ഈക്വൽ ടു 0. അടുത്തത് ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം. ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്? y ഈക്വൽ ടു മൈനസ് 5 ഓർ y പ്ലസ് 5 ഈക്വൽ ടു 0. അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a ഈക്വൽ ടു 4 ഇൻറ്റു a എന്താണ്? 5 ഈക്വൽ ടു 20 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ഇന്ന് എടുത്തത് നിങ്ങൾക്ക് പരാബോളയുടെ 4 ഇക്വേഷൻ ആണ് എടുത്തത്. ഒന്നാമത്തെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax, രണ്ടാമത്തത് y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax, മൂന്നാമത്തത് x സ്ക്വയർ ഈക്വൽ ടു 4ay, നാലാമത്തത് x സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. എന്നിട്ട് അതിൽ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ അടുത്ത ക്ലാസ്സിൽ എടുക്കുക. എലിപ്സ് ആണ് അടുത്ത ക്ലാസ്സിൽ എടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ +1 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. +1 ഇംപ്രൂവ്മെൻറ്റ് മാത്സ് എന്ന് പറഞ്ഞിട്ടൊരു അതിൽ തന്നെ ഒരു 35ഓളം വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ മതി, ആ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.